ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് 69 വർഷങ്ങൾ കഴിഞ്ഞു, 70ലേക്ക് കടക്കുന്നു. ഈ 69 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഭാരതം ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിട്ട് കഴിഞ്ഞു. പ്രത്യേകിച്ചും കേരളത്തിൽ പുഴകൾ നശിപ്പിക്കുന്നു, തീരങ്ങൾ നശിപ്പിക്കുന്നു, ജലസമ്പത്ത് നശിപ്പിക്കുന്നു. പുഴകളെ സംരക്ഷിക്കുക, തീരങ്ങളെ സംരക്ഷിക്കുക, ജലസൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കോഴിക്കോട് ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സും മുസ്ലിസ് പൈതൃക പ്രോജക്റ്റും ഒത്തുചേർന്ന് ഒരു ജലവിനോദയാത്ര സംഘടിപ്പിച്ചു. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. നീണ്ട നാളുകളായി UAE പ്രവർത്തിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ മലയാളിയാണ് ശ്രീ കൗശിക്. പതിനൊന്നാമത്തെ കൊല്ലമാണ് ഞാൻ അഡ്വാൻസ് സോഫ്റ്റ്വെയറിൽ. സോ ഒരേ ഇൻഡസ്ട്രിയിലാണ് ഞാൻ ഈ 20 കൊല്ലവും ദുബായിൽ. എൻ്റെ ഭാര്യ റുബീന കണ്ണൂർക്കാരിയാണ്. മകൻ റായൻ 12 വയസ്സായി, മകൾ റിയ 9 വയസ്സായി. ഇവിടെ ദുബായ് ഇൻ്റർനാഷണൽ അക്കാഡമിയിൽ പഠിക്കുന്നു. അവരെ ഇവിടുന്ന് പഠിച്ച് അവരുടേതായ വഴികളിൽ പോകുന്നവരെ ഞാനും ഇവിടെ ഉണ്ടാവും. ഒരു വിജയിയായ മറുനാടൻ മലയാളി എന്നതിനപ്പുറം ലോകം ഇദ്ദേഹത്തെ കാണുന്നതും ഇദ്ദേഹം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നതും വാട്ടർ സ്പോർട്സിന്റെ പ്രചാരകനായിട്ടാണ്. സോ ഞാൻ ദുബായിൽ പൊതുവെ വളരെ ആക്റ്റീവാണ്. വാട്ടർ സ്പോർട്സ് ഇസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഏരിയ. റീസെൻ്റ്ലി ഞാൻ നാട്ടിലൊരു വാട്ടർ സ്പോർട്സ് ക്ലബ്ബ് ഫോം ചെയ്തിട്ടുണ്ട്. ജലവിനോദങ്ങളിൽ അതീവ തൽപരനായിരുന്ന കൗശിക് 6 വർഷങ്ങൾക്ക് മുൻപാണ് ജെല്ലി ഫിഷ് എന്ന പേരിൽ തൻ്റെ നാട്ടിൽ ഒരു വാട്ടർ സ്പോർട്സ് ക്ലബ്ബ് രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് വരാനുള്ള മെയിൻ റീസൺ, ഞാൻ സ്വന്തമായിട്ടൊരു കയാക്ക് പണ്ട് വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പലരും ഇൻട്രസ്റ്റ് കാണിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ക്ലബ്ബില്ല. ഇതൊക്കെ വെളിനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കയാക്കിംഗ് ക്ലബ്ബ് ഉണ്ടാവും, കനോയിങ് ക്ലബ്ബ് ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ അതില്ല. അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ക്ലബ്ബ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 7ാമത്തെ കൊല്ലമാണ്. ഇന്നിപ്പോൾ അതിൻ്റെ ഭാഗമായി കേരള ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള മുസ്ലിസ് പൈതൃക പദ്ധതിയുമായി ചേർന്ന് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം മുതൽ കൊച്ചിൻ ബോൾഗാട്ടി വരെ 40 കിലോമീറ്റർ ദൂരം 100ഓളം കായിക പ്രേമികളുമായി വഞ്ചി തുഴയുകയാണ്. VR സുനിൽകുമാർ MLA ഫ്ലാഗ് ഓഫ് ചെയ്ത യാത്ര 2 ദിവസത്തെ ജലയാത്രയ്ക്ക് ശേഷമാണ് കൊച്ചിയിലെത്തുക. സോ കേരള ടൂറിസമിൻ്റെ റിക്വസ്റ്റും അവരുടെ നമുക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് കയാക്കിംഗ് ഇവൻ്റ് നടത്താം. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ലൈഫ് ഗാർഡ്, സ്റ്റാഫിംഗ്. അപ്പോൾ അതിനുള്ള കോസ്റ്റ് കവർ ചെയ്ത് കിട്ടണം. അപ്പോൾ അതാണ് ഒരു ചാലഞ്ച്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കുറേ പാർട്ട്നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ട്രിവാൻഡ്രത്തുള്ള അഡ്വഞ്ചർ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, കലിപ്സോ എന്ന് പറഞ്ഞ കൊച്ചി ആൻഡ് ആലപ്പിയിലുള്ളവരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരു ടീമായിട്ട് കേരളത്തിൽ എവിടെയും നമുക്ക് ഇങ്ങനത്തെ ഇവൻറ്റ്സ് നടത്താം. എല്ലാ വർഷവും ലോകത്ത് ജനുവരി മാസത്തിലെ ആദ്യ ശനി ഞായർ ദിവസങ്ങൾ ജലകായിക വിനോദത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ മാറ്റിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം മുതലാണ് ജെല്ലി ഫിഷ് ഈ ജലയാത്രയ്ക്ക് തുടക്കമിട്ടത്. നമ്മൾ ഇവൻറ്റ്സ് നടത്താനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ആദ്യം ക്ലബ്ബുകളില്ല. അതുകൊണ്ടാണ് ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ ഒരു സ്ഥാപനം നമ്മളിങ്ങനെ കാലിക്കറ്റിൽ ചാലിയാറിൽ മാത്രം തുഴഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒരു രസം ഉണ്ടാവില്ല. അപ്പം കൂടുതൽ ഏരിയകൾക്ക് തുഴച്ചിൽ പഠിച്ച ആൾക്കാർക്ക് തുഴയാനുള്ള അവസരമാണ് ഇവൻറ്റ്സ്. ഇപ്പോൾ മുസ്ലിസ് പാഡിൽ എന്ന് പറഞ്ഞ 2ാമത്തെ കൊല്ലമാണ്. ഈ കൊല്ലം 100ഓളം ആൾക്കാർ നമ്മളെ കൂടെ ജോയിൻ ചെയ്തു. അതുപോലെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം. ഇതിനി അടുത്ത കൊല്ലം ഒരു മാരത്തോൺ ഇവൻ്റ് ആക്കി മാറ്റാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. 44 പുഴകളും കായലുകളും ചെറു തോടുകളുമുള്ള കേരളം പക്ഷേ ജലകായിക വിനോദത്തിൽ വളരെ പിന്നിലാണെന്നത് ദുഃഖകരമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പുഴകൾ മലിനമാണ്. ജലസമ്പത്ത് നശിക്കുന്നു, തീരങ്ങൾ തകരുന്നു, ജലസൗന്ദര്യം മെല്ലെ ഇല്ലാതാകുന്നു. കേരളത്തിൽ 44 റിവേഴ്സ് ഉണ്ട്. ഇത്രയധികം പുഴകളുള്ള ഒരു സ്ഥലത്ത് നാട്ടിൽ പോകുമ്പോൾ ഉള്ള ഒരു സാഡസ്റ്റ് പാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ പുഴകളൊന്നും തീരെ ഉപയോഗിച്ചിട്ടില്ല. സോ വാട്ടർ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്. ആ വാട്ടർ സ്പോർട്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആവശ്യമുള്ള ഒരു ഫാക്ടറാണ്. പുഴകളെ ഉപയോഗിക്കുക, പുഴകളായിട്ട് ആൾക്കാരെ കണക്ട് ചെയ്യുക. ഈ കുരുന്നുകൾ ഉൾപ്പെടെ വഞ്ചി തുഴയുന്നവർ നമുക്ക് നൽകുന്ന പാഠം, പുഴകളും കായലുകളും നമുക്ക് പ്രകൃതി തന്നതാണ്. പ്രകൃതിയുടെ ആ സമ്മാനം നാം വളരെ ഭംഗിയായി തന്നെ സൂക്ഷിക്കണം. തന്നതിനേക്കാൾ ഭംഗിയായി തിരിച്ചേൽപ്പിക്കണം അടുത്ത തലമുറയ്ക്കായി. ജെല്ലി ഫിഷ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുമ്പോഴും ഇപ്പോഴും 6 കൊല്ലമായി തുടങ്ങുമ്പോഴും കൂടുതൽ ആൾക്കാർ നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗമുണ്ട്. പിന്നെ അതോടൊപ്പം നമ്മൾ പുഴകളുടെ വൃത്തി നേരിട്ട് കാണാം. നമ്മളൊരു ബ്രിഡ്ജിന് മുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ വൃത്തിയോട് കാണാൻ പറ്റില്ല. അപ്പോൾ പുഴയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കാണാം. കൂടുതൽ ആൾക്കാർ നമ്മുടെ പുഴകളിലേക്ക് ഇറങ്ങുക. അത് ഉല്ലാസത്തിനാവാം, കായിക വിനോദത്തിനാവാം,
അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് കാണാനുള്ള ഒരു പാസ് ഇറ്റ് ഓൺ, വി ക്യാൻ പാസ് ഇറ്റ് ഓൺ. മുസ്രിസ് പൈതൃക പദ്ധതിയുടെ MD ശ്രീ നൌഷാദ് വളരെ സജീവമായി ഈ യാത്രയിൽ പങ്കെടുത്തു. മുസ്രിസ് പൈതൃക പദ്ധതിയുടെ മോണുമെൻറ്റ്സ് എല്ലാം തന്നെ വാട്ടർ വേസിനായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 44 നദികളുള്ള കേരളത്തിന് നദികളെ സംരക്ഷിക്കുക എന്നുള്ളത് മുസ്രിസ് പൈതൃക പദ്ധതിയുടെ ഏറ്റവും വലിയ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ നദി ജനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി, നദി മാലിന്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി, അതേപോലെ തന്നെ നദിയുടെ തീരങ്ങൾ സംരക്ഷിക്കുക എന്ന വേണ്ടി ഈ 3 കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മുസ്രിസ് പാഡിൽ 2019 നടത്തുവാൻ തീരുമാനിച്ചത്. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ വളരെ ആവേശത്തോടെയാണ് കേരളത്തിന്റെ ജലസമൃദ്ധിയിൽ തുഴയെറിഞ്ഞത്. Came here to attend this amazing event, and thanks to Kaushik and Jellyfish, thank you so much. I have loads of fun here today and meet loads of new people, thank you. എയർഫോഴ്സ് വിംഗ് കമാൻഡർ ശ്രീ വേണു നമ്പീശനും മകൾ അനന്യയും ഈ തുഴച്ചിലിൽ പങ്കെടുത്തു. ഈ ജെല്ലി ഫിഷിൻ്റെ ഈ സംരംഭം ഇങ്ങനെയുള്ള യുവാക്കളെയും അനന്യ പോലെയുള്ള കൊച്ചുകുട്ടികളെയും കയാക്കിംഗ് അതുപോലെയുള്ള പല തരത്തിലുള്ള കായിക വിനോദങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉപകരിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. ജെല്ലി ഫിഷ് കയാക്കിങ്ങിന് പരിശീലനം നൽകുന്നുണ്ട്. മറ്റു പല കായിക ഇനങ്ങളെയും അപേക്ഷിച്ച് അധികം ചെലവുള്ളതല്ല കയാക്കിംഗ്. വേണ്ട മുൻകരുതൽ ഉണ്ടെങ്കിൽ അപകടവുമില്ല. സോ ചാലിയാറിൻ്റെ തീരത്ത് നമ്മൾ കൊളത്തറ ചെറുവണ്ണൂർ റോഡിലാണ് ജെല്ലി ഫിഷ് സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് കയാക്ക് റെൻറ്റ് ചെയ്ത് ലൈഫ് ഗാർഡ്സിൻ്റെ കൂടെ പുഴയിൽ എവിടെ വേണമെങ്കിലും പോവാം. പുഴയെ അറിഞ്ഞ്, പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ച്, പ്രകൃതിയും മണ്ണും വെള്ളവുമൊക്കെ തൊട്ടറിഞ്ഞ് പുഴയിലൂടെ ഈ യാത്ര അവസാനിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പോലും വെള്ളത്തെ ഭയമില്ലാത്തവരായി മാറി. ഇനി ഒരു പ്രളയവും ഞങ്ങളെ മുക്കിക്കൊല്ലില്ല എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് പോലെ, ഇനി ഒരു മാലിന്യവും പുഴയിലേക്ക് വലിച്ചെറിയരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നത് പോലെ, ഇത് ഞങ്ങൾക്കും വരും തലമുറയ്ക്കും കുളിക്കാനും നീന്തി തുടിക്കാനുമുള്ളതാണ് എന്ന് മന്ത്രിക്കുന്നത് പോലെ നമുക്ക് തോന്നിയെങ്കിൽ ഈ തുഴയെറിച്ചിലിന് അർത്ഥമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായിരിക്കാൻ നാം ഇന്ത്യക്കാരെല്ലാവരും പ്രതിജ്ഞാബദ്ധരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി അടുത്ത ആഴ്ച ശുഭരാത്രി.